ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം. എന്താണ് സെക്കൻഡ് പാർട്ട്? നമ്മൾ ഇത്രയും നേരം എഡ്യൂക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സ് എന്താണ്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ തരുന്നത് എത്രത്തോളം ഇൻവോൾവ്മെന്റ് അത് ഉണ്ടാക്കുന്നുണ്ട്, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി സെക്കൻഡ് പാർട്ട് എന്താണ്? സെക്കൻഡ് പാർട്ട് സ്ട്രെസ്. സ്ട്രെസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ സെക്കൻഡ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ പോകുന്നത്. സോ സ്ട്രെസ് എന്താ? ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മോർ ദാൻ എഡ്യൂക്കേഷൻ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്ട്രെസ്, അല്ലെ? ആൻസൈറ്റി അല്ലെങ്കിൽ മെന്റൽ ഡിപ്രഷൻ. ഒരുപാട് കുട്ടികൾക്ക് ഇപ്പൊ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് മെന്റൽ ഡിപ്രഷൻ. ഡിപ്രഷനിലേക്ക് പോവുക. ഇതൊക്കെ ടെൻഷന്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രോസസ്സുകളാണ്. സോ ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്, അതിനെ പറ്റിയിട്ടാണ് ഈ ഒരു പാർട്ടിൽ പറയുന്നത്. സോ സ്ട്രെസ് എന്താണ്? അതൊരു മെന്റൽ ടെൻഷൻ ആണ് ആൻഡ് ആൻസൈറ്റി ആണ്. അപ്പം അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു സ്റ്റുഡന്റിന്റെ കേസ് ആണ് ഇവിടെ കൊടുത്തില്ലേ. നമുക്കൊരു സ്റ്റുഡന്റിന്റെ കേസ് എടുക്കാം. നോർമലി ഒരു കുട്ടി 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ അവൻ ഒരുപാട് ആളുകൾ എടുത്തുനിന്ന് കുറേ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ചാൻസസ് വരും, അല്ലെ? +2 കഴിഞ്ഞു, അല്ലെങ്കിൽ 10th കഴിഞ്ഞു, +2 സയൻസ് എടുക്കാം, അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ നീ വല്ല ഡിപ്ലോമ കോഴ്സുകൾക്കും പോക്കോ, അതായിരിക്കും കുറച്ചും കൂടെ ജോബ് കിട്ടാൻ നല്ലത്. ഒരുപാട് തീരുമാനങ്ങൾ വരുന്ന ഒരു സമയം. ഇനി ഇതിപ്പോ +2 കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ MBBS പോക്കോ. അപ്പൊ ബയോളജി സയൻസ് ഒക്കെ കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ എൻട്രൻസിന് പോ, എഞ്ചിനീയറിംഗിന് പോ, MBBS പോ. കൊമേഴ്സ് ആണെങ്കിൽ CA, ഒരുപാട് സ്കോപ്സ്. ഇതെല്ലാം നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിരന്ന് കിടക്കുമ്പം ആ കുട്ടി അനുഭവിക്കുന്ന സ്ട്രെസ്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിൽ വരുന്ന കുറേ ഡിപ്രഷൻ മൈൻഡ്സ്, ഇതൊന്നും പാരന്റ്സ് ആയാലും സൊസൈറ്റി ആയാലും ഇതൊന്നും നോക്കുന്നില്ല. നമ്മൾ അവരെ അടിച്ചേൽപ്പിക്കുകയാണ്, അല്ലെ? ഇന്ന കാര്യങ്ങൾ ചൂസ് ചെയ്യുക. അത് അവർക്ക് ഓക്കെ ആണോ, അവരുടെ എബിലിറ്റിയുമായിട്ട് അത് ഓക്കെ ആയിട്ട് മുന്നോട്ട് പോവും എന്നുള്ള ഒരു ചിന്തയൊന്നും, ഒരു തോട്ടൊന്നും നമ്മുടെ ഉള്ളിൽ വരുന്നില്ല. നമ്മൾ അതങ്ങോട്ട് അടിച്ചേൽപ്പിക്കുകയാണ് അവരെ. സോ സ്റ്റുഡൻസിന്റെ കേസിലാണ് നമുക്കിത് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. സ്ട്രെസ് ആയിക്കോട്ടെ, ടെൻഷൻ ആയിക്കോട്ടെ, ഡിപ്രഷൻ ആയിക്കോട്ടെ, എല്ലാം. കാരണം ആ ഒരു അഡോളസെന്റ് ഏജ് എന്ന് പറയുന്നത് ഒരുപാട് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന കുട്ടികളാണ്, പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അവർക്കത് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. സോ അതിനെയൊക്കെ പറ്റിയിട്ട് നമുക്കൊന്ന് ഡീപ്പായിട്ട് തന്നെ നോക്കാം. ഇനി എന്താ, നമ്മളൊരു സ്ട്രെസ് വരുന്ന ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ എന്തായിരിക്കും? ദേഷ്യം വരും. മറ്റുള്ള എല്ലാ കാര്യങ്ങളോടും ദേഷ്യമായിരിക്കും. നമ്മളെ ഉപദേശിക്കാൻ വരുന്നവരുടെ അടുത്ത് നമുക്ക് ദേഷ്യമായിരിക്കും. നമ്മളെ സഹായിക്കാൻ വരുന്നവരുടെ അടുത്ത് നമുക്ക് ദേഷ്യമായിരിക്കും. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ മൈൻഡിനെ ഒന്ന് കാം ആൻഡ് കൂളാക്കി മാറ്റാം. നമുക്ക് സ്ട്രെസ് കുറയ്ക്കാൻ ആദ്യം ചെയ്യേണ്ട ഒരു വഴിയാണത്. നമ്മുടെ ഉള്ളിലുള്ളത് എന്തോ അത് മറ്റുള്ളവരുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാം. അതിലൂടെ നമുക്കൊന്ന് കാം ആവാൻ, ഒന്ന് കൂളാവാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയല്ലേ ഏറ്റവും വലിയ കാര്യം. സോ മേ ബി നമ്മുടെ പാരന്റ്സ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, കൊളീഗ്സ് ആയിരിക്കാം. ആരുടെ അടുത്താണോ നമുക്കത് ഓക്കെ, എൻ്റെ അടുത്ത് ഇത്ര അറ്റാച്ച്മെന്റ് ഉള്ള ആളാണ്, എനിക്കത് അയാളോട് ഷെയർ ചെയ്യാൻ പറ്റും, ഞാൻ ആളുടെ അടുത്ത് കംഫർട്ട് ആണ്. പാർട്ട്നേഴ്സിന്റെ അടുത്തൊക്കെ പറയുന്നവരുണ്ടായിരിക്കാം. അതുപോലെ നമുക്ക് പറയാൻ പറ്റിയ ഒരു പേഴ്സണിന്റെ അടുത്ത് പോയി പറയാം. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ ടെൻഷൻ, അല്ലെങ്കിൽ നമ്മുടെ കുറേ ഉള്ളിലുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതെല്ലാം ഒന്ന് കാമാവും നമ്മൾ, അല്ലെ? നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ്ലി ഒന്ന് കൂളാവും, നമ്മൾ കുറച്ച് ഓക്കെ ആവും. സോ ഷെയറിങ്, മറ്റുള്ളവരുമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. പറ്റാത്തതാണെങ്കിൽ ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഷെയർ ചെയ്ത് കൊടുക്കാം. അതിലൂടെ നമുക്ക് കുറേയൊക്കെ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ പറ്റുന്ന പറയുന്നത്. ഇനിയോ, നമ്മൾ സ്ട്രെസ് ഷെയർ ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? ഇത് കുറയ്ക്കാൻ പറ്റാത്തതാണെന്ന് വിചാരിക്കാം, മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. സോ നമ്മൾ തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം, നമ്മൾ തന്നെ അത് സോൾവ് ചെയ്യണം, അല്ലെ? ആ സോൾവ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ ഇതെന്താണോ ഗോള് അതിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ സെക്കൻഡ് ആയിട്ട് നമുക്ക് അതിനൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. നടക്കും, എന്തൊരു പ്രശ്നത്തിനും സൊല്യൂഷൻ ഇല്ലാത്തതില്ലല്ലോ. സോ ആ ഒരു ചിന്ത, ഏത് പ്രശ്നത്തിനാണെങ്കിലും നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും, അത് ഒന്ന് തീർപ്പാക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത, ആ ഒരു റിയലൈസേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പകുതിയോളം സ്ട്രെസ്, പകുതിയോളം എന്നല്ല 90% സ്ട്രെസ് കുറയുന്ന പറയുന്നത്. സോ എല്ലാ കാര്യത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെതായ സമയത്ത് അതെല്ലാം തീരുമാനമാവും, അതിനൊരു സൊല്യൂഷൻ കിട്ടും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ മതി. പിന്നെ എന്ത് വേണം? നമ്മുടെ അംബീഷൻസ്. നമ്മളിപ്പോ ഒരു അംബീഷൻ സെലക്ട് ചെയ്യാണെന്ന് വിചാരിക്കാം. ആ അംബീഷൻ അല്ലെങ്കിൽ ആ ഒരു ഗോൾ നമ്മുടെ എബിലിറ്റിയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നതല്ല എന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് സ്ട്രെസ് ആണ്. സോ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഓരോ കാര്യങ്ങളും
നമ്മളുമായിട്ട് ഓക്കെ ആണ്, ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നത് മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കാവൂ, അല്ലെങ്കിൽ അതിന് മാത്രമേ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാവൂ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ പിന്നെയും അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാഹചര്യം വരുത്തുള്ളൂ. അല്ലാതെ നമ്മൾ തിരഞ്ഞെടുത്ത വഴിയും തെറ്റാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും തെറ്റാണെന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് സ്ട്രെസ് വരികയല്ലേ ഉള്ളൂ. സ്ട്രെസ് അവോയ്ഡ് ചെയ്യാനുള്ള കാര്യങ്ങളല്ലേ നമ്മൾ നോക്കണ്ടേ. അപ്പം ഒരു ആംഗ്രി പേഴ്സൺ, നമ്മൾ സ്ട്രെസ് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ദേഷ്യം, അല്ലെ? ആ ഒരു ദേഷ്യത്തിന്റെ സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. മറ്റുള്ളവർക്ക് മേ ബി പാരന്റ്സിന്റെ അടുത്ത് പോലും നമ്മൾ ബിഹേവ് ചെയ്യുന്നത് അതൊരു റോങ് വേലായിരിക്കാം. സോ ഒരു ആംഗ്രി പേഴ്സണ് ലൈഫിൽ ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് ഒരു സക്സസ്ഫുൾ ലൈഫ് ഉണ്ടായിരിക്കില്ല എന്നാണ് ഈ ഒരു പാർട്ടിലൂടെ പറയുന്നത്. സോ എങ്ങനെ നമ്മൾ സ്ട്രെസ്സിനെ ഡീൽ ചെയ്യണം, എന്താണ് സ്ട്രെസ്, എങ്ങനെ അതിനെ സോൾവ് ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ. ആൻഡ് ഓൾസോ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നതാണ് റിഫ്രഷ്. നമ്മുടെ മൈൻഡിനെ തന്നെ ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് നമ്മൾ തന്നെ ഹോബീസ് ഒക്കെ, അതിനെ കുറേയൊക്കെ നമ്മൾ ഹോബീസിൽ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ദേഷ്യമാണെങ്കിലും വാശിയാണെങ്കിലും ഒക്കെ ഒന്ന് കുറയാൻ സാധ്യതയില്ലേ? കുറയാറുണ്ട് നോർമലി. അപ്പം അങ്ങനെയൊക്കെ ചെയ്തു നോക്കാം. ഇതൊക്കെയാണ് ഈ ഒരു പാർട്ടിൽ പറയുന്നത്. നമുക്ക് ഈ ഒരു പാർട്ട് കൂടിയുണ്ട്, അതും കൂടെ നോക്കാം കേട്ടോ. അപ്പം ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എഡ്യൂക്കേഷനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. എഡ്യൂക്കേഷൻ എത്രത്തോളം നമ്മുടെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ആകുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി എഡ്യൂക്കേഷന്റെ പേർപ്പസ്, ഇതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞത്. സെക്കൻഡ് പാർട്ടിൽ എന്താ പറഞ്ഞേ? സ്ട്രെസ്. എന്താണ് സ്ട്രെസ്, എങ്ങനെയാണ് ആ സ്ട്രെസ്സിനെ നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റുക. അപ്പം ഇത്രയാണ് സെക്കൻഡ് പാർട്ടിൽ പറയുന്നത്.